ആദ്യമായിട്ട് ഈ DTS ഡോൾബിയൊക്കെ വന്നിട്ട് ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ സിനിമ വന്നു. അപ്പോൾ നമ്മളൊക്കെ കാണാൻ പോയി. ഞാനൊക്കെ കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് അത്ര സിനിമയൊന്നും കാണാത്ത ഒരാളുണ്ട്. പുള്ളി അത് കണ്ടിട്ട് വന്നിട്ട് ഇച്ചിരി വല്യപ്പന അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ തിരിച്ചു വന്നിട്ട് പുള്ളി ഇങ്ങനെ ആ സിനിമ കണ്ടതിനെ പറ്റി പുള്ളി സഹവല്യപ്പന്മാരോട് തള്ളിക്കൊണ്ടിരിക്കുക. പുള്ളി ഒരു ഇംഗ്ലീഷ് പടം കണ്ടതിൻ്റെ കാര്യമൊക്കെ തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നു. ഈ പുള്ളി പറഞ്ഞു, അതെ പടം ഭയങ്കര പടവാ, പക്ഷേ നഷ്ടം വരും, അതിൻ്റെ കാശ് മുടക്കിയവന് കാശ് കിട്ടുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് കേട്ടേ പറയുന്നത്, ജുറാസിക് പാർക്ക് ലോകം മുഴുവൻ ഓടി ഇത്രയും രൂപ ഉണ്ടാക്കിയ ഒരു പടമായിട്ട് അതിന് നഷ്ടം? മനെ, സിനിമയുടെ ചെലവ് എവിടെ കിടക്കുന്നതെന്ന് നിനക്കറിയാൻ പാടില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇതുപോലൊരാൾക്ക് സിനിമയുടെ കോസ്റ്റ്, ഗ്രാഫിക്സിനെ പറ്റിയൊക്കെ ഇയാൾക്ക് അറിയാമോ? എന്നാലും ഞാൻ പറഞ്ഞു, എന്താണ് അതിന് ചെലവ്? നീ അതിലെ ആ ജീവികളെയൊക്കെ കണ്ടോ, ദിനോസറിനെയൊക്കെ കണ്ടോ? ആ അതാ ചെലവ്. ഞാൻ പിന്നെ ഓർത്തപ്പം ഗ്രാഫിക്സ് തന്നെ, അതാണ് പുള്ളി ഉറപ്പായിട്ട് പറയുന്നത്. ചോദിച്ചു, ചേട്ടൻ ചെലവ് എന്താന്ന് പറ. ആ പടത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്, ആ ജീവിക്ക് ഒരെണ്ണത്തിന് ഒരു നേരം ഒരു പശുവിനെ കൊടുക്കുന്നത്. ഇത്രയും ജീവിക്കൂടെ എന്തോരം പശുവിനെ കൊടുക്കണമെന്നറിയാവോ? കെട്ടിയിറക്കി കറവയുള്ള പശുവിനെ കൊടുക്കണം. അവസാനമൊക്കെ എന്തോരം ജീവി അവൻ, ഒരു 100-150 പശു പെർ ഡേ ചിലവുണ്ടെന്ന് ജുറാസിക് പാർക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇതിന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിൽ ഈ പ്രൈവറ്റ് FM സ്റ്റേഷൻസ്, റേഡിയോ സ്റ്റേഷൻസ് ഉദയം കൊണ്ടു. ഞാൻ നോക്കുമ്പോഴേക്ക് അതിൽ റേഡിയോ ജോക്കീസ് എന്ന് പറഞ്ഞ സംഭവം, RJ എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ കണ്ടിട്ട് ഞാനിത് കേട്ട് നോക്കുമ്പോഴേക്ക് ഇതിൽ ഇവന്മാർ ഈ RJs ഇൻ്റർവ്യൂ ചെയ്യുക. സുരേഷ് ഗോപിയൊക്കെ, സാറിൻ്റെ പുതിയ സിനിമയെക്കുറിച്ച് എന്താ? എൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സിനിമയായിരിക്കും എന്ന് പറയാൻ പോകുന്നത്. അവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്തായിരിക്കും അടുത്ത സീന്? ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ, സുരേഷ് ഏട്ടാ എങ്ങനെയെങ്കിലും ഒരു ചാൻസ്, എങ്ങനെയെങ്കിലും ഞാൻ, സുരേഷ് സാറാണെങ്കിൽ നല്ലോണം പരോപകാരിയാണെന്ന് കേട്ടിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഞാൻ പിടിച്ച് കയറുമായിരുന്നു. നേരെ വിട്ടു കണ്ണൂർക്ക്, എല്ലാ FM സ്റ്റേഷനിലും പോയിട്ട് ബയോഡാറ്റ കൊടുത്തു. ഞാൻ അങ്ങനെ ഒരു റേഡിയോ ജോക്കിയായി. ഒരു ദിവസം എന്നെ പ്രോഗ്രാം പ്രൊഡ്യൂസർ വിളിച്ചിട്ട് പറയാം, എടാ നാളെ നീ മോഹൻലാലിന് ഇൻ്റർവ്യൂ ചെയ്യാൻ പോവാണ്. അടിസക്കെ മോഹൻലാലിന് ഇൻ്റർവ്യൂ ചെയ്യാൻ പോവാണ്, ബാക്കി കാര്യങ്ങൾ നാളെ പറയാമെന്ന് പറഞ്ഞു സാറ്. രാത്രിയിൽ ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു കൊച്ചിയിലേക്ക് പോകാൻ. പെട്ടെന്നാണ് ഈ പ്രോഗ്രാം ഹെഡ് എന്നെ വീണ്ടും വിളിച്ചത്. എടാ കൊച്ചിയിലേക്കൊന്നും പോകണ്ട, നീ കണ്ണൂർ ഓഫീസിലേക്ക് വന്നാൽ മതി. കൊച്ചിയിലെ റേഡിയോ ജോക്കി മോഹൻലാലിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട്, നന്നായിട്ട്. അതിൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്ത ശബ്ദം നിനക്ക് മെയിലായിട്ട് വരും. അതിൽ നിന്ന് അവൻ്റെ ശബ്ദം കട്ട് ചെയ്യുക. അപ്പോൾ അതിലിപ്പോൾ മോഹൻലാൽ ഇങ്ങനെയൊക്കെ പറയും. മോഹൻലാലോട് അവൻ ചോദിക്കുന്നുണ്ട്, എന്താണ് സാർ സിനിമയുടെ പുതിയ വിശേഷം? അല്ല മോനെ, സിനിമയുടെ വിശേഷം എന്ന് പറയുന്നത് നല്ല വിശേഷമാണല്ലോ, നല്ലൊരു സിനിമയാകുമ്പോഴാണല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ലാലേട്ടൻ പറയും. അപ്പോൾ നീ അതിന് കണക്കായിട്ട് മറ്റവൻ്റെ ശബ്ദത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് നിൻ്റെ ശബ്ദം അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ മനസ്സിലായി FM പരിപാടി നടക്കില്ല എന്ന്. ഞാൻ പതുക്കെ FM നിന്ന് ഇറങ്ങി ഓഡീഷന് പോകാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഉല്ലാസ് ഗൾഫിൽ നിന്ന് വന്നത് കൊറോണയായിട്ട്, നമ്മുടെ പേര് മാറ്റാൻ പറഞ്ഞു ഉല്ലാസ്. അപ്പോൾ അവൻ പറഞ്ഞു, എടാ നമുക്കൊരു ബിസിനസ് തുടങ്ങാം. അങ്ങനെ ഞങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. ഈ കൊറോണ കാലത്ത് അച്ചാർ ബിസിനസ്സായിരുന്നു. FM-ലൊക്കെ വർക്ക് ചെയ്ത് ചെറിയൊരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് അച്ചാറിന് ഞാനൊരു പേരിട്ടു, തൊട്ടൂട്ടാൻ തനിനാടൻ അച്ചാറുകൾ, കൊതിയൂറും നാവിൽ രുചിയേകും അച്ചാർ. അപ്പോൾ ഇനി അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ ഒരു കുക്കിനെ വേണം. കുക്കിനെ തേടി നമ്മൾ നടന്നു. നീ സ്റ്റാൻഡപ്പ് കോമഡിക്ക് വന്നതാണോ, നിന്റെ അച്ചാറിന്റെ പ്രൊമോഷന് വേണ്ടി വന്നതാണോ? അല്ല, അത് ഞാൻ ബാക്കി നമ്മുടെ ചെലവില് TV ചാനലില് അച്ചാർ കമ്പനിയുടെ പേരൊക്കെ പറഞ്ഞ് നല്ല പ്രൊമോഷൻ നടത്തുന്നുണ്ടല്ലോ, നീ സത്യം പറ. അങ്ങനെ അച്ചാറിനൊരു കുക്ക് വേണം. ആരെ കുക്കായിട്ട് നിയമിക്കുന്നു പറഞ്ഞിട്ട് കുറേ പോയി. കാരണം ഒരുപാട് പൈസ ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഇല്ലോ. അപ്പോഴാണ് ബാർബർ ഷോപ്പിൽ നിന്ന് സോമേട്ടൻ പറഞ്ഞത്, എടാ മൃഗം സുകുമാരൻ്റെ അടുത്ത് പോയിക്കൊണ്ടു, മൃഗം നല്ല കുക്കാണ്. ഞാൻ പറഞ്ഞു, മൃഗം? നമ്മുടെ നാട്ടിൽ ഈ റിപ്പർ ചന്ദ്രനൊക്കെ പോയ ശേഷം പിള്ളേരെ പേടിപ്പിച്ച് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന വേർഡാണ് മൃഗം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ കാണാൻ പോയി. എനിക്ക് പേടിയായിരുന്നു ആദ്യം, പിന്നെയാണ് മനസ്സിലായത് മൂപ്പരെ എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നതെന്ന്. മൃഗം, അതിന് ഒരു സംഭവമുണ്ട്. അതായത് ഈ നമ്മുടെ മൃഗം കുമാരേട്ടൻ പല്ല് തേക്കും. പല്ല് തേച്ചിട്ട് വീട്ടിൽ നിന്ന് രാവിലെ പുലർച്ചയ്ക്കൊക്കെ എഴുന്നേറ്റ് പല്ല് തേച്ചിട്ട് ഈ പേസ്റ്റൊക്കെ നല്ലോണം ഉപയോഗിച്ചിട്ട് ഇത് ക്ലിയർ ആക്കാൻ വേണ്ടി മൂപ്പർക്ക് കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അതിൽ മെയിൻ പരിപാടിയാണ് ഈ അണ്ണാക്കിൽ 3 വിരൽ കുത്തിക്കയറ്റുക. അല്ല, ഞാൻ വേറെ ചോദിക്കട്ടെ, അതൊരു തെറ്റായിട്ട് പറയുന്നത് രാവിലെ എന്നിട്ട് പല്ല് തേക്കും? അല്ല, അതല്ല ആ ഒരു എക്സ്പ്രഷൻ വേണ്ടാത്തൊരു പണി ചെയ്തോലെ. ഈ മൃഗത്തിന് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്, പുള്ളി രാവിലെ പല്ല് തേക്കുന്ന മാത്രമല്ല വിഷയം. മൂപ്പര് പല്ല് തേച്ച് കഴിഞ്ഞിട്ട് ഈ വായിൽ ഈ വിരൽ കുത്തിക്കയറ്റിട്ടോ പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് കംപ്ലീറ്റ് മൃഗങ്ങളുടെ സൗണ്ട്. ഒരു ദിവസം സിംഹം, ഒരു ദിവസം പുലി, പിറ്റേ ദിവസം മാമൻ, പിറ്റേ ദിവസം മുയൽ. അങ്ങനെ ഇയാൾക്ക് നാട്ടുകാരുടെ പേരാണ് മൃഗം കുമാരൻ. അച്ചാറൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുന്നു പറഞ്ഞു. നമ്മൾ അങ്ങനെ അച്ചാർ ബിസിനസ് തുടങ്ങി മൂപ്പര് വെച്ചിട്ട്. പക്ഷേ ഈ 3:30 മണിക്ക് കൈവറക്കുന്ന കുമാരേട്ടൻ രാവിലെ 10 മണി മുതൽ വറക്കാൻ തുടങ്ങി. ഇയാളുടെ സ്വഭാവമൊക്കെ മാറി. സാധനം കിട്ടിയില്ലെങ്കിൽ ഇയാൾ ശരിക്കും
മൃഗം പോലെ ആവാനായി. ഇയാളുടെ ശരിക്കും പേരിട്ടത് കറക്റ്റാണ്. ഇയാളുടെ ഉള്ളിൽ മൃഗമൊക്കെ പുറത്തു വന്നു. അങ്ങനെ ബിസിനസ് പൊട്ടിച്ചു.